എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ നയനയുടെയും ആദർശിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, നയനെ കാണാനായിട്ട് ആദർശ് വരുവാണ്. പിന്നീട് സംസാരിച്ചിരുന്നതിന് ശേഷം നയനെ പിടിച്ച് പതുക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ബാ, ഞാൻ കുറച്ച് സമയം നിന്നെ ഇതിലൂടെ നടത്തിക്കാന്ന് പറയണം. നയനെ അങ്ങനെ അധികം എഴുന്നേറ്റ് നടക്കാറൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ആദർശ് കയ്യെ പതുക്കെ പിടിക്കുകയാണ്. അങ്ങനെ നയനെ പിച്ച വെച്ച് നടക്കുക. നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പതുക്കെ നടന്ന് ശീലിക്കണം എന്നൊക്കെ പറയാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ കനയ്ക്കും ഗോവിന്ദനും എന്തോന്നില്ലാത്ത സന്തോഷം. കാരണം ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി അവർ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു സന്ദർഭത്തിലായതുകൊണ്ട് മാത്രം അവർക്കൊരു വിഷമം ഉണ്ടെന്നുള്ളൂ. എന്നാലും അവർക്ക് സന്തോഷമാണ്. കനകയോട് ഗോവിന്ദൻ പറഞ്ഞു, കണ്ടില്ലേ നമ്മുടെ മോളോട് എത്രമാത്രം സ്നേഹമാണെന്ന് ആദർശ് മോനെ. ഇനി ഇപ്പൊ പേടിക്കണ്ട. ഒരു കാരണവശാലും നമ്മുടെ മോളെ ആദർശ് മോൻ കൈവിടില്ല. പൊന്നു പോലെ നോക്കിക്കൊള്ളു പറയാ. കനക പറഞ്ഞു, അത് ശരിയാ. നബിമോളുടെ കാര്യം ഓർത്തിട്ടാ ഇപ്പൊ എനിക്ക് വിഷമം. അതുപോലെ തന്നെ നന്ദുവിന്റെ കാര്യം ഓർത്തിട്ടും ഒരു സമാധാനം ഇല്ലെന്ന് പറയാ. നബിമോള് പ്രഗ്നന്റാ. പക്ഷേങ്കില് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കാനോ അവൾക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കാനോ അഭി തയ്യാറാകുന്നില്ല. ഇപ്പൊ അവൾ ആരോടും പരാതികളും പരിഭവങ്ങളും ഒന്നും പറയാറില്ല. പണ്ടത്തെ നബിയായിരുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറയാം. ഇത് കേട്ടതും ഗോവെന്ന് പറഞ്ഞു, അത് ശരിയാ, അവൾക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ നബി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിന്റെ അതേ സ്വഭാവമായിരുന്നു. നീയല്ലേ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവളെ വളർത്തിയത്. അത് ശരിയാ ഗോവിന്ദേട്ടാ, എന്റെ കയ്യിലാ തെറ്റ്. പക്ഷേങ്കില് ഈ പറയുന്ന നയനയും നന്ദു ആണെങ്കിലും ഗോവിന്ദനെ കണ്ടു വളർന്നവരാ. എന്നെ കണ്ടു വളർന്ന നവ്യെ മാത്രം അങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം നവ്യ പഠിച്ചു. ഞാൻ പഠിച്ച പോലെ തന്നെ നവ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഒരു പക്ഷേ ഇപ്പോഴവൾ ആ കാര്യത്തിൽ നല്ലതിന് വേദനിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു കാരണവശാലും അവൾ അബിയെ പോലുള്ള ഒരുത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അബി ചതിയല്ലേ ചെയ്തതെന്ന് ചോദിക്കാം. അത് ശരിയാ. ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. ദൈവമായിട്ട് അബിയുടെ സ്വഭാവം മാറ്റിയെടുക്കണം. അല്ലാതെ ഇനിയിപ്പോ ഒരിക്കലും അവന്റെ സ്വഭാവം മാറുമെന്ന് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടെന്ന് കനക പറഞ്ഞു, ഗോവിന്ദന് തോന്നുന്നുണ്ടോ അബി ആ വീട്ടിൽ നിന്ന ഒരിക്കലും നന്നാകത്തില്ല. കാരണം ജലജയുടെ ഓരോ ഉപദേശങ്ങൾ കാണും. ജലജ കുരുട്ടുബുദ്ധി ഉപദേശിച്ചു കൊടുത്തോണ്ടേയിരിക്കും. അതിനനുസരിച്ച് അഭി മോശപ്പെടുന്നല്ലാതെ ഒരിക്കലും നന്നാവത്തില്ലെന്ന് പറയാം. അല്ലെങ്കിൽ അനന്തപുരി പോലുള്ള അത്രയും നല്ല വീട്ടില് ആ മൂർത്തി സാറിനെ പോലെ വസന്തരാമനെ പോലെയുള്ള രണ്ട് അത്രയും നല്ല മനുഷ്യരുടെ ഇടയിൽ വളർന്നിട്ട് പോലും അഭിക്ക് ഒരു നല്ല സ്വഭാവം കിട്ടിയില്ലോ. ബാക്കി ആർക്കും അങ്ങനെ അവിടുത്തെ ഒരു ചീത്ത സ്വഭാവം ഇല്ലെന്ന് പറയാം. ഇത് കേട്ടതും കോന്ന് പറഞ്ഞു, അത് ശരിയാ കനകെ, നീ പറഞ്ഞ കാര്യം 100% ശരിയാ. ഇനിയിപ്പോ ദൈവമായിട്ട് വിചാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ നയനയും കൊണ്ട് ആദർശാലയുടെയൊക്കെ നടന്ന് കുറെ സമയം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ആദർശം പറഞ്ഞു, അതെ ഇനിയിപ്പൊ ഞാൻ പിന്നെ വരാന്ന് പറയാണ്. ആദർശാണ്ട് എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരണ്ട. ഇനിയിപ്പൊ അമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിഷമാവെന്ന് പറയാം. എന്തിന്? അമ്മയ്ക്ക് വിഷമമൊന്നും ആകത്തില്ല. ഇനിയിപ്പൊ അമ്മയ്ക്ക് വിഷമമായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ അറിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്കല്ലേ വരുന്നേ, വേറെ ആരുടെയൊക്കെ അടുത്തേക്കല്ല പോകുന്നേ. പിന്നെന്താ കുഴപ്പമിരിക്കണേന്ന് പറയാം. ഇനിയിപ്പൊ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അച്ഛൻ അതൊക്കെ മാനേജ് ചെയ്തോളൂ എന്ന് പറയാം. ഇത് കേട്ടതും നയന പറഞ്ഞു, ഇപ്പൊ എന്തായാലും അമ്മേനെ വേദനിപ്പിക്കാനൊന്നും പോണ്ട. വെറുതെ എന്തിനാ? ഒന്നാമത്തെ കാര്യം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയമല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ജയ ഹോസ്പിറ്റലിൽ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവേനെ അടുത്ത് ചെന്നപ്പം ദേവേനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എന്താ എന്താ ദേവേനി ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയാം. ഞാൻ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. എനിക്ക് കരള് തന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് കുറെ സ്വർണവും പണവും കൊടുക്കണം. ജയേട്ടാ, ഞാൻ നോക്കിയിട്ട് അതെ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം അതായിരിക്കും എന്ന് പറയണം. ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാനായിട്ട്? പെട്ടെന്ന് തോന്നിയതല്ല. അച്ഛനും അമ്മയൊക്കെ ആ സ്വർണം കൊണ്ടുപോയി നയനയ്ക്ക് കൊടുത്ത സമയത്ത് ആ പെൺകുട്ടിക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ അതുകൊണ്ട് അതിൻ്റെതായ ഗുണം നമുക്ക് കിട്ടിയാനും. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, ഇപ്പൊ നീ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയാം. എങ്ങനെ ചിന്തിക്കായിരിക്കും? ഒന്നുമില്ലാത്തോള് എല്ലാം മേടിച്ചോണ്ടത്തിന് പോയില്ലേ. എല്ലാം ആ കനകയുടെ കുരുട്ടുബുദ്ധിയായിരിക്കും. കനക ഓരോന്ന് ഉപദേശിച്ചു കൊടുക്കും. എനിക്ക് പിന്നെ ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് നല്ല മിടുക്കാണല്ലോ. അങ്ങനെ അവരെല്ലാരും കയ്യിലെടുത്ത് ആ സ്വർണ്ണമൊക്കെ മേടിച്ചെടുത്താ ഇനിയും മേടിച്ചെടുക്കും. അച്ഛനും അമ്മയുടെ കയ്യിൽ നിന്നുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കും. അതിന് തടയിടണം. ഒരു കാരണവശാലും അവളി ഞാൻ വീട്ടിലേക്ക് തിരികെ വരില്ലെന്ന് പറയാം. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, നീ എന്താ ദേവേനെ ഇങ്ങനെയൊക്കെ പറയണേ? നീ എന്തേലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും കാലമായ കുടുംബത്തിൽ നയനമോള് വന്നിട്ട് ഇന്ന് വരെ അവൾ സ്വർണത്തോടും പണത്തോടും ആക്രാന്തം കാണിച്ച് നീ കണ്ടിട്ടുണ്ടോ? അവൾ എപ്പോഴും മനുഷ്യത്വത്തിനാണ് വില കൊടുക്കുന്നത്. അവൾ നമ്മുടെ സ്നേഹത്തിനാണ് വില കൊടുക്കുന്നത്. അല്ലാതെ അവൾ സ്വർണത്തോടും പണത്തോടും അല്ല. ഇതിനു മുമ്പാണെങ്കിലും അമ്മയാണെങ്കിലും സ്വർണം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവൾ വേണ്ട വേണ്ടെന്നാ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ അവളുടെ ഒരു അടവല്ലേ. അത് കണ്ടു കഴിയുമ്പോ അമ്മയാളും കൊടുക്കൂലോ. അങ്ങനെയല്ല ദേവേനെ, നിനക്ക് തെറ്റിപ്പറ്റിപ്പോയി. നിനക്ക് ആൾക്കാരെ മനസ്സിലാക്കുന്ന കാര്യത്തില് നീ തെറ്റുപറ്റിപ്പോയെന്ന് പറയാണ്.
എനിക്കൊരു തെറ്റുപറ്റും പോയിട്ടില്ല ജയേട്ടാ. അനാമിക മോളെ അവൾ കണ്ടുപിടിക്കട്ടെ. എന്തൊരു ഡീസന്റ് സ്വഭാവമാണ് അവളുടെ. നല്ലത് തന്നെ. അവളുടെയാണോ ഡീസന്റ് സ്വഭാവം എന്ന് നീ പറയണേ? അത് നീ പറയരുത്. നിനക്ക് ബ്ലഡ് തരാന്ന് പറഞ്ഞല്ലാതെ അവള് നിനക്ക് ബ്ലഡ് തന്നോന്ന് ചോദിക്കാം. ഓ, അത് പിന്നെ അനാമി മോള് തരാന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് ബ്ലഡ് കുറവായതുകൊണ്ടല്ലേ. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ ദേവേനി. അതൊക്കെ നിന്റെ മനസ്സിൽ അവള് മയക്കെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ, അല്ലാതെ വേറൊന്നും അല്ല. എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാ. ഈ സമയം നവ്യ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇല്ലുവാണ്. വസ്ത്രൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇല്ലുവാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയോട് നവ്യ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ആഹാ മോള് പോയോ? എന്നിട്ടാ ഞാൻ നയനയെ കണ്ടിട്ടാ വരുന്നേന്ന് പറയാ. ഞാൻ അറിഞ്ഞു മുത്തശ്ശി, കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയണേ. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ഞങ്ങളും കഴിഞ്ഞ ദിവസം അറിഞ്ഞെന്ന് പറയാം. എനിക്കറിയാം മുത്തശ്ശനും മുത്തശ്ശി ആ സ്വർണം കൊണ്ടേ കൊടുത്ത് എന്തിനു വേണ്ടാന്ന്. അവൾക്ക് അതിന് അർഹതയുണ്ട്. അതുകൊണ്ടാ മുത്തശ്ശനും മുത്തശ്ശി അത് കൊണ്ടേ കൊടുത്തേ. എനിക്കതിൽ സന്തോഷമുള്ളെന്ന് പറയാണ്. ഇത് കേട്ടതും വസന്ത മുത്തശ്ശി പറഞ്ഞു, എത്ര കൊടുത്താലും മതിയാവില്ല. കാരണം അവൾ അത്രയ്ക്ക് വലിയ കാര്യങ്ങളല്ലേ ചെയ്തേ. ഇന്നത്തെ കാലത്ത് ഏതൊരു പെൺകുട്ടിയാണോ അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കാം. നവ്യ പറഞ്ഞു, അത് ശരിയാ. എന്റെ അമ്മായിമ്മയ്ക്കാണ്, ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ഉള്ളത് പറയാലോ. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും അവളെ കൊണ്ട് അതിനൊക്കെ സാധിക്കുള്ളൂ. അവളുടെ മനസ്സിന്റെ വലിപ്പം അത്ര വലുതാന്ന് പറയാം. ഇത് കേട്ടതും വസന്ത മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ നവ്യമോള് പറഞ്ഞേ. ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് മുത്തശ്ശി, ഇപ്പം വല്യമ്മയാണെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ. ഒരു പക്ഷേങ്കില് എനിക്കായിരുന്നെങ്കിൽ അന്ന് സംഭവിച്ചിരുന്നെങ്കിലോ, ആ പാല് ഞാനാ കുടിച്ചിരുന്നെങ്കിലോ എന്തായാലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. എനിക്കല്ലേ ഇങ്ങനെ കിടക്കേണ്ടി വരിക. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പോയി. പെട്ടെന്ന് വസന്ത മുത്തശ്ശി പറഞ്ഞു, ദേ വെറുതെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാം. ഞാനുള്ള കാര്യം പറഞ്ഞ മുത്തശ്ശി, അറിയാലോ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുടുംബത്തിൽ എന്റെ ഭർത്താവ് പോലെ എന്നെ ഇപ്പൊ അംഗീകരിക്കുന്നില്ല. ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാ ഇപ്പൊ ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമില്ല മുത്തശ്ശി, മനസ്സിലുള്ള വേദന തുറന്നു പറഞ്ഞോളൂ. ഒരു പക്ഷെ നയന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അവൾ ചെയ്തേനും. അവൾ കൂടെ വയ്യാണ്ട് വന്നുകൊണ്ട് ഞാൻ ആകെപ്പാടെ ഒറ്റപ്പെട്ടു പോകുന്നവരെ എനിക്ക് തോന്നുക. മോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരാം. അല്ലെങ്കിൽ മോൾക്ക് ഇടയ്ക്ക് മോളുടെ വീട്ടിലേക്ക് പോലോ. അവിടെ ചെന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ കുറച്ചേരം സംസാരിച്ചാൽ മതിയല്ലോ എന്ന് പറയാം. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നയനെ ഇങ്ങോട്ട് തിരികെ വരണമെന്ന് എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വരുവാണോ. ഓ, നീ ഇവിടെ വന്ന് എന്താ കുശൂസിത്തോണ്ടിരിക്കുന്നെ? ഇനിയിപ്പം നിന്റെ അനിയത്തേക്ക് കൊടുത്ത പോലെ സ്വർണം നിനക്ക് വേണമെന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നതായിരിക്കും അല്ലേ? അതിന് നീ വെറുതെ വെറുതെ മഞ്ഞു കൊള്ളുന്ന, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ലടി എന്ന് പറയാം. ഇത് കേട്ടപ്പോ ജലജയോട് നവി പറഞ്ഞു, അതെ, നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ കുരുട്ടുബുദ്ധികളൊക്കെ തോന്നുള്ളൂ. എനിക്ക് സ്വർണം വേണമെന്നോ പണം വേണമെന്നോ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടില്ല എന്ന് പറയണം. നീ പറയത്തില്ലല്ലോ, നീ വന്നെല്ലാം ചോദിച്ചു മേടിക്കല്ലേ ഉള്ളെന്ന് ചോദിക്കണം. ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അല്ലേലും എന്റെ അമ്മായിമ്മയ്ക്ക് പണ്ടേ തൊട്ട് കണ്ണിക്കടി ഉള്ളതാ. ഇപ്പൊ എന്റെ അനിയത്തിക്ക് അത് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം. പോരാത്തന് ആ അനാമികയുടെ മനസ്സിലേക്കും കുറെ എരിപുരി കയറ്റി വിട്ടിട്ടുണ്ടല്ലോ. എല്ലാരും കൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടോ ജലീഷ്, നിനക്ക് എന്ത് മനസ്സിലായെന്ന്? കൂടുതലൊന്നും പറയാനൊന്നും ഇല്ലെന്ന് പറയാം. നവ്യയുടെ മനസ്സ് സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പാലിനകത്ത് വിഷം കലർത്തിയത് ആരാന്നുള്ള കാര്യത്തില്. പിന്നീട് നവ്യ പറഞ്ഞു, കൂടുതലും മിണ്ടായിരിക്കുന്ന എല്ലാവർക്കും നല്ലത്. പിന്നെ നിങ്ങളെപ്പോലൊരു അമ്മായിമ്മേനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം മകനും മരുമോളും സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എങ്ങനെ അവരുടെ ജീവിതം തല്ലിക്കെടുത്താന്നാ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് പറ്റിയ മോൻ തന്നെയാ നിങ്ങളുടെ. എന്നിനി അവൻ നന്നാവുമെന്നും അറിയത്തില്ല. നിങ്ങൾ കൂടെ ഉള്ളിടത്തോളം കാലം അവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ജലജ വസന്തരാമയോട് പറഞ്ഞു, കേട്ടില്ലേ അമ്മ ഇവള് പറയുന്നേ? എന്നിട്ട് അമ്മ എന്തും മിണ്ടായിരിക്കണം എന്താന്ന് ചോദിക്കും. അത് പിന്നെ നീ ചോദിച്ചുള്ള മറുപടിയല്ലേ അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നിനക്ക് എന്താ ജലജ? നീ എന്തിനാ വെറുതെ ഓരോന്നും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണേ? നിനക്ക് വല്ല കാര്യമുണ്ടോ? അവൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവള് സ്വർണത്തെ പണത്തെ കുറിച്ചൊന്നും അല്ല പറഞ്ഞേ. അവൾക്കൊന്നും വേണമെന്നും അവള് പറഞ്ഞില്ല. വെറുതെ നീ ഓരോന്ന് ഊഹിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, ഇനിയിപ്പൊ പറഞ്ഞാൽ പോലും അമ്മയൊന്നും പറയില്ലല്ലോ. അമ്മ ഇപ്പം അച്ഛനും എല്ലാം ഇവൾമാരുടെ സൈഡല്ലേന്ന് ചോദിക്കും. അതെ, സൈഡ് ആയിട്ട് പറയുന്നതല്ല. എവിടെ നല്ലത് പറയുന്നോ അവിടെ നമ്മൾ നിൽക്കും. അല്ലാതെ കുറ്റം പറയുന്നവരുടെ കൂടെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണം. അവസാനം ജലജ അങ്ങ് ദേഷ്യപ്പെട്ട് ഇറങ്ങി ചെല്ലുവാണ്. അപ്പോഴാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബീനെ കണ്ടതും പറഞ്ഞു, എടാ അബി, നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരം നടന്നിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? എടാ, നിനക്കൊരു കാര്യം അറിയാവോ? ഇനി ഇപ്പൊ ഇവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഒന്നുണ്ട്. നിന്റെ വെല്ലുമ്മയുണ്ടല്ലോ, നിന്റെ വെല്ലുമ്മയുടെ മനസ്സിലൊരു ഇടം നേടണം എന്ന് പറയണം. ഇടം നേടാൻ എങ്ങനെ? എടാ, നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങള് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തൊക്കെ ആണേലും നീ വെല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ട് നേർച്ച കഴിക്കുക എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നടത്തണം. എന്ത് കാര്യം നടത്താനായിട്ട്? എടാ, നീ ഒരു ശയനപ്രദക്ഷിണമൊക്കെ നടത്ത്. ചോദിക്കുവാണെങ്കിൽ വെല്ലുമ്മയുടെ അസുഖം ഭേദമായിട്ട് ഞാൻ നേർച്ച കയറുന്നതൊക്കെ പറ. എന്റെ അമ്മേ, ശയനപ്രദക്ഷിണം നടത്താന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാ.
എടാ, ഇച്ചിരി റിസ്ക് ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നിനക്കിനി എന്തേലും വേണമെങ്കിൽ നിന്റെ വെല്ലുമ്മ കനിയണമെന്ന് പറയാം, അറിയാലോ. അല്ലെങ്കിലല്ല ആ നയനയ്ക്ക് പോകത്തുള്ളൂ. നിനക്ക് എന്തേലും കിട്ടണമെങ്കിൽ ഇനിയിപ്പം ഏട്ടത്തെ സഹായിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും അവന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടു പോയില്ലേ, നോക്കട്ടെ, ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോകും. അപ്പം മലയ്ക്കുമാ മാല ഇട്ടേക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകും. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോ അഭി ആദർശോട് വന്നിട്ട് പറഞ്ഞു, അതെ, എനിക്ക് ശയനപ്രദക്ഷിണം നടത്തണമെന്ന് പറയണേ. ശയനപ്രദക്ഷിണോ? നീ സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് ആദർശ് പറയണം. അനി പറഞ്ഞു, എന്ത് പറ്റി അഭിയേട്ടന്? അത് പിന്നെ ഞാൻ വല്യമ്മ ആശുപത്രി കിടന്നപ്പോ നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു, വല്യമ്മയുടെ അസുഖങ്ങൾ പെട്ടെന്ന് കുറയുവാണെങ്കിൽ ശയനപ്രദക്ഷിണം നടത്തിയേക്കാന്ന്. അതുകൊണ്ട് ആ നേർച്ച നടത്തുന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, ആണോ? അപ്പൊ നിനക്ക് നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയില്ലേ? എന്നു മുതൽ അഭി നിന്റെ മനസ്സിൽ ഈ മാറ്റങ്ങളൊക്കെ വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം അജയൻ പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇവന് നേർച്ച നേർന്നുകൊണ്ടാണോ ഇനിയിപ്പൊ ഇത്ര പെട്ടെന്ന് ഇനിയിപ്പൊ ഏട്ടത്തിക്ക് ഇങ്ങനെ കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അജയനും പറയുവേണം. അത് കേട്ടത് അഭി ഓർത്തു, ഇനിയിപ്പൊ തന്നെ ചെറിയച്ഛൻ കളിയാക്കിയതാണോ? അങ്ങനെയല്ല. പിന്നീട് അങ്ങനെ അഭി ശയനപ്രദക്ഷിണം നടത്തുവാണ്. ശയനപ്രദക്ഷിണം നടത്തുന്ന സമയത്ത് അബിയുടെ മനസ്സിലാണെങ്കിൽ കടുത്ത ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, ഇതൊന്നും ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല, നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാ, വെല്ലുമ്മയ്ക്കൊന്നും വേണ്ടിയിട്ട്. കാരണം ഇവര് വീട്ടിൽ ചെന്ന് പറയണം. അങ്ങനെ വെല്ലുമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ തന്നോടൊരു സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് അഭി ശയനപ്രദക്ഷിണമൊക്കെ നടത്തുന്നത്. അങ്ങനെ അതെല്ലാം ശേഷം വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു, അഭി ശയനപ്രദക്ഷിണം നടത്തി എന്നുള്ള കാര്യം. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, മനസ്സിൽ നല്ല ഉദ്ദേശം വെച്ചോണ്ടാണ്, കുഴപ്പമില്ല. ഒരാൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഇല്ലെന്ന് പറയാ. ഇത് കേട്ടതും ജലജ പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്റെ മോനൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണോ പറയണെന്ന് ചോദിക്കും. നിന്റെ മോനല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അട്ടയുടെ കണ്ണ് കണ്ടവനാ, ഒന്ന് കാണാതെ അവൻ ഒന്നും ചെയ്യത്തില്ലോ എന്ന് പറയാം. ഇപ്പൊ അവൻ ചെയ്തതായിരിക്കും, കുഴപ്പമില്ലേ? ഏട്ടത്തിക്ക് നല്ലത് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് ചെയ്തായിരിക്കും, കുഴപ്പമില്ലെന്നൊക്കെ ചോദിച്ചോണ്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം ജലജ ദേവയാനിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ചെന്നിപ്പോ ദേവയാനി ചോദിച്ചു, എന്തൊക്കെയാണ് ജലജ വിശേഷങ്ങൾ വീട്ടില്? പിന്നെ അവിടെ മൊത്തം വിശേഷങ്ങളല്ലേ എന്റെ ഏടത്തി ഇരിക്കുന്നേ, പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ജാനകിയും അനാമികമോളും ഒക്കെ ഒന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കും. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. ആ നയനെ നവി എല്ലാരും കൂടെ കൂടിയിട്ട് എന്തോ ഒരു കൂടോത്രം ചെയ്തിട്ട് കയ്യിലെടുത്ത് വെച്ചിരിക്കുക, അച്ഛനെ അമ്മേനെ എന്നൊക്കെ പറയാം. അതൊക്കെ ഞാൻ മാറ്റി കൊടുക്കുക, ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ എന്ന് പറയാം. ഏട്ടത്തിയോട് ആർക്കും ഒരു സ്നേഹമില്ല. എന്റെ അബിയുടെ അത്ര ഉള്ള സ്നേഹം പോലും നയനക്കില്ലാതെ പോയല്ലോ. അഭിമോന് ഏടത്തിക്ക് വേണ്ട എന്തൊക്കെയാ ചെയ്തെന്നറിയോ? ഇന്നലെ അവന് ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തുമായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് നെഞ്ചു പൊട്ടി. അവൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഏടത്തിക്ക് പെട്ടെന്ന് ഭേദമാകാണ്ട് വേണ്ടി നേർന്നാന്ന്. ഏട്ടത്തിക്ക് അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടത്തിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നേർന്നാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനു പറഞ്ഞ സത്യമാണോ പറയണെന്ന് വെക്കും. ഇനി ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ ജയേട്ടനോ അല്ലെങ്കിൽ ആദർശോ വരുമല്ലോ, അവരോട് ചോദിച്ചു നോക്ക്, അവരൊക്കെ ഉണ്ടായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു, അഭിക്കും ഇപ്പം നല്ല മാറ്റമുണ്ട്. അവനും അല്ലേലും കുറെ കാലം എൻ്റെ കൂടെ വളർന്നവനല്ലേ, അപ്പൊ അവന് എന്നെന്ന് വെച്ചാൽ ജീവൻ. എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവൻ എന്നെ ജീവനാണ്. അതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചേ. പക്ഷെ അതിന്റെ നാലിലൊന്നും സ്നേഹം പോലും ഈ പറയുന്ന നയനയ്ക്കോ അവളുടെ വീട്ടുകാർക്കോ ഒന്നും ഇല്ലാതെ പോയല്ലോ എന്ന് പറയാം. അതിനെക്കുറിച്ചൊക്കെ ഇനി ഏട്ടത്തി വിഷമിക്കണ്ട കേട്ടോ. ഇനി എന്ത് വന്നാലും അഭിയും ഞാനും എല്ലാവരും ഏട്ടത്തിയോടൊപ്പം ഉണ്ടാവും. ഏട്ടത്തി സന്തോഷമായിട്ടിരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ വരണം എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.